ഒരു പുരാണ ഗ്രന്ഥമായി ആളുകൾ കണക്കാക്കിയതാണ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ അത് കടന്നു വരാതെ പോയത്. ഒരുപക്ഷെ ഭാഗവതത്തെ ഒരു മൈൻഡ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റായിട്ട് മനസ്സിനെ പരിവർത്തനം വരുത്താൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രമായിട്ട് നമ്മുടെ പൂർവികന്മാർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഭാഗവതം നമുക്കൊരു വലിയൊരു സമ്പത്താകുമായിരുന്നു. നാം ഒരു തരത്തിലും ഇവിടെ ദുഃഖിച്ച് ജീവിക്കേണ്ടതില്ലെന്നും തളർന്ന് ജീവിക്കേണ്ടതില്ലെന്നും ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തെ നാം പാഴിലാക്കേണ്ടതില്ലെന്നും ഭാഗവതം നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട്. ഒരു യൂസ്ഫുൾ ലൈഫ്, ഒരു ക്രിയേറ്റീവ് ലൈഫ്, ഒരു കൺസ്ട്രക്റ്റീവ് ലൈഫ്, ഒരു പോസിറ്റീവ് ലൈഫ്, ഇത് നമുക്ക് ഭാഗവതം നേടിത്തരികയാണ്. അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗവതം പറയും ലൈഫ് ഈസ് നത്തിങ് ബട്ട് മൈൻഡ് എന്ന് പറയും. ജീവിതം എന്ന് പറയുന്നത് മനസ്സാണ്. ആസ് യുവർ മൈൻഡ് സോ യുവർ ലൈഫ്. നിങ്ങളുടെ മനസ്സ് ദുർബലമാണോ, ഒരു ദുർബല ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ മനസ്സ് വളരെ പോസിറ്റീവാണോ, വളരെ കൺസ്ട്രക്റ്റീവാണോ, നിങ്ങളുടെ ജീവിതവും മാറും. അപ്പം ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ റിഫ്ലക്ഷൻ ഇൻ ദ മൈൻഡ്, എക്സ്റ്റൻഷൻ ഓഫ് ദ മൈൻഡ്. മനസ്സെന്നാണത് തുടങ്ങുന്നത്. ഏത് തരം ചിന്തകോട് കൂടിയിട്ട് നിങ്ങൾ ജീവിതം ആരംഭിക്കണം, അതല്ലേ ശരി? എപ്പോഴും വിഷമങ്ങളും, എപ്പോഴും ദുഃഖങ്ങളും, എപ്പോഴും പരാതികളും, എപ്പോഴും പ്രശ്നങ്ങളും കാണുന്നൊരു മനസ്സിന് ജീവിതവും അത് തന്നെയാണ്. അവർക്ക് ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണ്. എന്ത് കണ്ടാലും പ്രശ്നങ്ങളാണ്. നേരെ മറിച്ച് മനസ്സ് ഒരു പോസിറ്റീവായി നമ്മൾ കൊണ്ടു നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ നിമിഷവും നമുക്ക് അവസരങ്ങളെ കയ്യിൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ ലക്ഷ്യമെന്ത്? വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ? ഭാഗവതം നമുക്ക് തരുന്ന നേട്ടം എന്ത്? എന്നെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളാണ്. ഇതെല്ലാവരും പഠിച്ചു വയ്ക്കണേ. എന്താണ് ഭാഗവതം നമുക്ക് നേടിത്തരുന്നത്? ഭാഗവതം പഠിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഭാഗവതം ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഭാഗവതം കേട്ടാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കേണ്ടത്? എന്നെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മബലം, ആത്മധൈര്യം, ഇത് നമുക്ക് ഭാഗവതം നേടിത്തരുന്നു. രണ്ടാമത്തത് ഭാഗവതം നമുക്ക് നേടിത്തരുന്നത് സംതൃപ്തി നിറഞ്ഞൊരു ജീവിതം. സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം. ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ നമുക്ക് കൂടുതൽ അർത്ഥം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം സംതൃപ്തി നിറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലർക്ക് വൈകുന്നേരമായ നല്ല സംതൃപ്തിയുണ്ട്. മനസ്സിലായില്ലേ? ആ സംതൃപ്തിയല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് സംതൃപ്തി എന്നതിന് അർത്ഥം മനസ്സിലാക്കണം. മൂന്നാമത്തത് സ്നേഹവും ആദരവും നിറഞ്ഞൊരു ജീവിതം. മരണം വരെ നമുക്ക് സ്നേഹവും ആദരവും. ആരും യൂസ്ലെസ് അല്ല, ആരും ഒന്നിനും കൊള്ളരുതാത്തവരല്ല. എല്ലാവരും ഇവിടെ ആവശ്യമുള്ളവരാണ്. എല്ലാവർക്കും ഒരു വലിയൊരു റോൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ചെയ്യാനുണ്ട്. നിങ്ങളൊക്കെ ആവശ്യമുള്ളവരാണ്. സൊസൈറ്റിക്ക് ആവശ്യമുണ്ട് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ സൊസൈറ്റി തയ്യാറാണ്. അത് എങ്ങനെ നമുക്ക് സാധിക്കും? ഈ മൂന്നെണ്ണം നേടിയെടുക്കാൻ അതിന് നമുക്കൊരു 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജിജ്ഞാസയാണ്. ഈ ഭാഗവതം പോലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാനുള്ളൊരു ജിജ്ഞാസ. രണ്ടാമത്തത് നമ്മളത് പഠിക്കാനുള്ളൊരു മനസ്സ്. മൂന്നാമത്തത് നമ്മൾ പഠിച്ചതിനെ ജീവിക്കാനും പങ്കുവയ്ക്കാനുള്ളൊരു മനസ്സ്. അപ്പോൾ ഈ മൂന്നും നമുക്കുണ്ടെങ്കിൽ യു ക്യാൻ ട്രാൻസ്ഫോം, യു ക്യാൻ ചേഞ്ച്. നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ജിജ്ഞാസുക്കളായി മാറണം. നിങ്ങൾ വിചാരിക്കരുത് പ്രായമായി അല്ലെങ്കിൽ പ്രായമായിട്ടില്ല. 2 എക്സ്ട്രീമാണ് നമുക്ക്. ചെറുപ്പത്തിൽ നമ്മൾ വിചാരിക്കും പ്രായമായിട്ടില്ല, ഒക്കെ പ്രായമായിട്ട് പോരെ. പ്രായമായി കഴിഞ്ഞാൽ പറയും ഇതൊക്കെ ചെറുപ്പത്തിൽ പഠിക്കേണ്ടതായിരുന്നു, സമയമായിപ്പോയി, ഇനിയിപ്പോൾ ഇതൊന്നും തലയിൽ കയറില്ല. 2 സമയമില്ല, ചെറുപ്പത്തിലും ഇല്ല, പ്രായമാകുമ്പോഴും ഇല്ല. പിന്നെ എപ്പോഴാണ് തുടങ്ങുക? അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇതിന് പ്രായം ഒരു തടസ്സമാണ്. ജിജ്ഞാസയ്ക്ക് പ്രായമില്ല. ഉണ്ടോ ഇല്ലയോ?
99-ാമത്തെ വയസ്സിലും കാരണവരോട് ചോദിക്കുകയാണ്, ഒരു കല്യാണം കൂടി തരക്കടില്ല എന്നാണ്. അപ്പം അതിന് മോഹമുണ്ട്, ജിജ്ഞാസയുണ്ട്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ ജിജ്ഞാസ നല്ലവണ്ണം. സീരിയൽ കാണാൻ പ്രായത്തിനൊരു തടസ്സമുണ്ടോ? നോക്കൂ നിങ്ങൾ, കുങ്കുമപ്പൂവും ചന്ദനപ്പൂവും കാണുന്നു കഴിഞ്ഞാൽ കാരണവന്മാരാണ് കാണുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രായം തടസ്സമില്ല. ഭക്ഷണം കഴിക്കുന്നതിൽ പ്രായത്തിന് വല്ല തടസ്സമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പായസം കണ്ടാൽ പറയും കുറച്ചുകൂടി വിളമ്പിക്കോളൂ എന്ന്. അല്ല, ഷുഗർ ഇല്ലേ അമ്മാവ? എന്നാലും നമുക്കൊക്കെ വേണ്ടി ഇടിച്ച് പിഴിഞ്ഞുണ്ടാക്കിയ പായസമല്ലേ, നമ്മൾ കഴിച്ചില്ലേ പിന്നെ ആരാ കഴിക്കുക എന്ന്. മനസ്സിലായില്ലേ? ഷുഗർ ഉണ്ടെന്ന് വെച്ചിട്ട് ആരും പായസം കഴിക്കാതിരിക്കുമോ? ആരും കഴിക്കാതിരിക്കില്ല. 2 ഇഞ്ചക്ഷനും 3 ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് അടിക്കുന്നത് ചിലർ. ഈ ഷുഗർ ഉള്ളവരുടെ അടുത്തിരുന്ന് കഴിക്കുന്നവർക്ക് ആ ബുദ്ധിമുട്ട്. കാരണം ഷുഗർ ഉള്ളവരുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ ഉള്ളവർ ചിലപ്പം പായസം കഴിക്കുന്ന സമയത്ത് കൊതിയോട് കൂടിയിട്ടൊക്കെ നാവ് നുടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുഴപ്പമുള്ളത് അടുത്തിരിക്കുന്ന ആൾക്കായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ ആവശ്യമുള്ളവരാണ്. അപ്പം അതിനെന്ത് വേണം? ഈ ജിജ്ഞാസ, അത് വളരെ പ്രധാനമാണ്. നിങ്ങളൊക്കെ പഠിക്കാൻ തയ്യാറാവണം. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങൾ നിങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. ഒരു 5 കൊല്ലം കൊണ്ട് നമ്മളതിനെയൊക്കെ ഒരു ഭാഗവതം യൂണിവേഴ്സിറ്റിയാക്കി മാറ്റണം. അമ്പലങ്ങളൊക്കെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറട്ടെ, ഒരു കോളേജായിട്ട് മാറട്ടെ. അപ്പം നിങ്ങളൊക്കെ അതിൻ്റെ ടീച്ചേഴ്സായി, ലെക്ചേഴ്സായിട്ട് മാറണം. ഗീതയും ഭാഗവതമൊക്കെ പഠിപ്പിക്കാൻ ഇത് ഒരു പ്രയാസമുള്ളൊരു കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് വഴി പറഞ്ഞുതരാം എങ്ങനെയാണ് ഭാഗവതം പഠിക്കുക എന്ന്. ഇതത്ര പ്രയാസമുള്ള കാര്യമില്ല. ആദ്യം വായിക്കാൻ അറിയുന്ന ആളെ കൊണ്ട് അത് റെക്കോർഡ് ചെയ്തെടുക്കുക. മൊബൈൽ ഫോണിലൊക്കെ റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട്. അത് റെക്കോർഡ് ചെയ്തെടുത്ത് ഒരു അധ്യായം അത്രയും മതി. നിങ്ങൾ ഒരു എഫേർട്ട് എടുത്താൽ മതി. ഭഗവാൻ അതാ പറയുന്നത്, ശ്ലോകം വാ ശ്ലോകാർദ്ധം വാ. ഒരു ശ്ലോകമെങ്കിലും ഒരു എഫേർട്ട് എടുക്കൂ നിങ്ങൾ. അങ്ങനെ നമ്മൾ ഒരു അധ്യായം നമ്മൾ പഠിക്കുക. അതൊരു 10 തവണ നിങ്ങൾ ദിവസവും അത് തന്നെ. ബാക്കി ഒരധ്യായം നിങ്ങൾ വായിക്കണ്ട, ഒരധ്യായം നിങ്ങൾ വായിക്കും. ഒരു അധ്യായം വായിച്ച് അതിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഇതൊരു ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെയാണ്. ഒരിക്കൽ നിങ്ങൾക്കതിൻ്റെ ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത അധ്യായം വായിക്കാൻ അത്ര ഒരധ്യായത്തിലേ പ്രയാസമുള്ളൂ. ഒരിക്കൽ നിങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത അധ്യായം ഒരു പ്രയാസമില്ലാതെ വായിക്കാൻ പറ്റും. ഒരൊറ്റ അധ്യായം വായിക്കണം. നോക്കൂ, നിങ്ങൾ ഒരു ഗീതയിലെ ഒരു ശ്ലോകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ശ്ലോകം പഠിക്കാൻ, കാരണം നിങ്ങളുടെ നാവ് വഴങ്ങും ചില വാക്കുകളുമായിട്ട്. ഈ നാവ് വഴങ്ങാതെ വരുമ്പോഴാണ് നമ്മൾ കടപടപടപടപടാന്ന് പറഞ്ഞ് പറയുന്നത്. നാരായണീയൊക്കെ നോക്കൂ, നിങ്ങൾ തുടക്കത്തിൽ വായിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ ഓരോ വാക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാലല്ലോ വളരെ പ്രയാസമാണ്. നാരായണീയത്തിൽ വായിൽ കൊള്ളില്ല. നാരായണീയത്തിൽ നോക്കൂ നിങ്ങൾ, സ്നിഗ്ധശേതോർദ്ധ പുണ്ട്രാമപിച്ച സുലളിതാം പാലപാലെന്തു വീതിം ഊരൂ ചാരൂ തവോരൂ ഘനമസനരുചോ ചിത്തചോരോരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുപോപീതചേലാവൃതങ്കോ ആനമ്രാണം പുരസ്താന്യസനധൃത സമർത്ഥാർത്ഥ പാളി സമുദ്ഗായം തുടങ്ങിയിട്ടുള്ള കടിച്ചാ പൊട്ടാത്ത ചില വാക്കുകളുണ്ട്. പക്ഷെ തുടക്കത്തിൽ അത് ഇത്തിരി പ്രയാസം. പക്ഷെ നിരന്തരം അത് അഭ്യസിക്കുമ്പോൾ അത് വളരെ എളുപ്പമായി. ഒരൊറ്റ അധ്യായം നിങ്ങൾ വായിക്കുക. അടുത്ത വർഷം നിങ്ങൾക്കൊക്കെ ഒരു ജോലിയുണ്ട്. ഞാനിവിടെ സപ്താഹത്തിന് വരികയാണെങ്കിൽ ഭാഗവതത്തിലെ 2 അധ്യായങ്ങൾ നിങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഒന്നാമത്തത് നിങ്ങളെല്ലാം വായിക്കേണ്ടത് കൃഷ്ണാവതാരം പഠിച്ചിരിക്കണം. എല്ലാവരും നമുക്ക് ഒരുമിച്ച് ചൊല്ലാൻ ഇവിടെ ഇരുന്നിട്ട് ഒരു 10,000 പേര് ഒരുമിച്ച് കൃഷ്ണാവതാരം ചൊല്ലുന്നവർക്ക് എല്ലാവരും ഏറ്റവും അത് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 3ാം അധ്യായം എല്ലാവരും പഠിക്കുക. ഒരുമിച്ച് നമുക്കത് ചൊല്ലാം 3ാം അധ്യായത്തിൽ. പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് ഭാഗവതത്തിലെ 12ാം സ്കന്ധത്തിലെ 12ാം അധ്യായത്തിലെ 12ാം അധ്യായം ഭാഗവത സംഗ്രഹം എന്ന് പറയും. അതെല്ലാവരും ചൊല്ലുന്നൊരു അവസ്ഥ ഉണ്ടാക്കുക. അപ്പം നിങ്ങളൊക്കെ അത് തുടങ്ങി വയ്ക്കുക. ഒരു എഫേർട്ട്, ആദ്യം ഒരു എഫേർട്ട് തുടങ്ങുക. ഏതാ ഞാൻ പറഞ്ഞത്? ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ
മൂന്നാമത്തെ അധ്യായം കൃഷ്ണ അവതാരവും, രണ്ടാമത് എന്ന് വെച്ചിട്ട് ബാക്കിയൊന്നും പഠിക്കേണ്ടതല്ല. ഇത് ഞാൻ പറയാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാന്നുള്ളത്. എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. 12-ാമത്തെ സ്കന്ധത്തിലെ 12-ാം അധ്യായം ഭാഗവത സംഗ്രഹം എന്ന് പറയും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മളത് ചൊല്ലും. മനസ്സിലായില്ലേ? അങ്ങനെ ഈ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുക. നിങ്ങൾ ഒരാൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാം ഈ മന്ത്രങ്ങൾക്കൊക്കെ ശക്തിയുണ്ട്. ഇതൊക്കെ ഋഷീശ്വരന്മാരുടെ ഭാവനയിൽ തെളിഞ്ഞു വന്ന വാക്കുകളാണ്. ഭഗവാൻ തന്നെ വേദവ്യാസ മഹർഷി, നാരദ മഹർഷി പറയും വേദവ്യാസ മഹർഷിയോട്, ഈ ഭാഗവതം സമാധിന അനുസ്മര തൽ വിജേക്ഷിതം. സമാധി, അങ്ങയുടെ മനസ്സ് ആ പരമമായൊരു പരമാത്മാവിൽ ചേർത്ത് അങ്ങനെ അങ്ങയുടെ ഉള്ളിൽ നിന്നും വരട്ടെ എന്നാണ്. അപ്പോൾ ഈ കവിത എഴുതുന്ന പോലെയല്ല, സിനിമാ പാട്ട് എഴുതുന്ന പോലെയല്ല ഈ ഭാഗവതം. ഇതൊക്കെ മന്ത്രങ്ങളാണ്. വളരെ ശ്രദ്ധിക്കണേ. മന്ത്രം എന്നുള്ള വാക്കിന് അർത്ഥം, ഇത് നല്ല വാക്കാണ് ഈ മന്ത്ര. 3 അക്ഷരങ്ങളാണ് അതിലുള്ള. മാ ത അല്ലേ? മാ ന ത മന്ത്ര. മന്ത്ര. മാ എന്നതിന് മനസ്സ് എന്നാണ് അർത്ഥം. മനസ്സ്. ത്ര എന്നുള്ളതിന് ത്രായതേ, തരണം ചെയ്യുക എന്നാണ്. അതായത് മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്ന ശബ്ദങ്ങളെയാണ് എന്ത് പറയുക, മന്ത്രങ്ങൾ. അങ്ങനെയാണ് മന്ത്രം എന്നുള്ള വാക്കെടുത്തത്. അപ്പം ആരാണോ ഈ എന്താ പറയുക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത്, മനത്രായതേ, മനസ്സിൻ്റെ ദൗർബല്യങ്ങളെ അവർക്ക് ത്രായതേ പറഞ്ഞാൽ തരണം ചെയ്യാൻ, അവർക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മളൊക്കെ ഒരു പരിശ്രമം ചെയ്യണം. അപ്പം അങ്ങനെ പരിശ്രമം ചെയ്യുമ്പോൾ ആദ്യത്തേത് നിങ്ങൾക്ക് ബോധ്യം വരും. എന്താ ആദ്യത്തേത്? നമ്മുടെ മനസ്സിന് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവ് നേടും. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് ഈ കഴിവ് നേടുന്നത്? നമ്മൾ ഈ ഭാഗവതവും അതുപോലെ തന്നെ മന്ത്രങ്ങളും ചൊല്ലും തോറും മനസ്സ് ഒരു അനന്തമായ പോസിറ്റീവ് എനർജിയിലേക്ക്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളൊരു കോൺഷ്യസ് എനർജിയിലേക്ക്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, എനർജി എപ്പോഴും പൂർണ്ണമായും അംശമായും നിൽക്കും. അപ്പം നമ്മുടെ മനസ്സൊരു അംശമാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പൂർണ്ണമായൊരു പരമാത്മ ശക്തിയുണ്ട്. ആ പരമാത്മ ശക്തിയിലേക്ക് ഈ മന്ത്രങ്ങൾ ചൊല്ലും തോറും മനസ്സ് അടുക്കാൻ തുടങ്ങും തോറും ആ ശക്തി ആരിലേക്ക് വരാൻ തുടങ്ങും? തീയുടെ അടുത്തേക്ക് നമ്മൾ പോകും തോറും തീയുടെ ചൂട് നമ്മുടെ ദേഹത്ത് തട്ടുന്ന പോലെ ആണോ അല്ലയോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ മന്ത്രങ്ങൾ ചൊല്ലും തോറും ആ അനന്തമായ ശക്തി നമ്മളിൽ തട്ടാൻ തുടങ്ങും. അങ്ങനെ തട്ടാൻ തുടങ്ങും തോറും ദൗർബല്യങ്ങളെ അതിവർത്തിക്കാൻ എളുപ്പം സാധിക്കും. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾ പരിശ്രമിക്കാതെ, നിങ്ങൾ പ്രയത്നിക്കാതെ മനസ്സിന് ശക്തി ഉണ്ടാകുന്ന വഴി ഇല്ല. ഇത് വേറൊരാൾക്ക് നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു ശക്തിക്കും എടുത്തു മാറ്റാൻ സാധ്യമല്ല. കാരണം പ്രോബ്ലം ഇരിക്കുന്നത് മനസ്സിലാണെങ്കിൽ ആ പ്രോബ്ലങ്ങളെ പരിഹരിക്കേണ്ടതും മനസ്സാണ്, വേറൊരു ശക്തിക്ക് പറ്റില്ല. അതാണ് കൃഷ്ണൻ പറയുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനം, നിങ്ങൾക്കേ ഉയർത്താൻ പറ്റും. ഞാൻ 1000 തവണ നിങ്ങളോട് പറഞ്ഞതാണ്, സാക്ഷാൽ കൃഷ്ണൻ ജീവിച്ചിരുന്നാലും അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധ്യമല്ല. കാരണം എവറി മൈൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ്, എവറി മൈൻഡ് ഈസ് യുണീക്ക് ആൻഡ് എവറി മൈൻഡ് ഈസ് ഡിഫറെൻറ്റ്. സോ നോ വൺ ക്യാൻ ടച്ച് ദ മൈൻഡ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി അണ്ടർ യുവർ കൺട്രോൾ. Others can just guide you, but you yourself alone can transform it. വേറെ ആർക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കംപ്ലീറ്റ് ഫ്രീഡം നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നമ്മൾ നിരന്തരമായൊരു പ്രയത്നം ചെയ്തുകൊണ്ടിരുന്നാൽ സ്ലോലി സ്റ്റഡിലി അതിൻ്റെ എനർജി കൂടി വരും. തുടക്കത്തിലൊന്നും നിങ്ങൾക്കത് തോന്നില്ല. പക്ഷെ റെഗുലർലി നിങ്ങൾ ധ്യാനവും മറ്റും ചെയ്യുകയാണെങ്കിൽ ആ ശക്തി കൂടിക്കൂടി വരും. കൂടും തോറും ഞാൻ പറഞ്ഞല്ലോ, ഒരു തുലാസ് പോലെയാണ് ജീവിതം. ഒരു വശത്ത് ശക്തി കൂടും തോറും മറുഭാഗത്ത് ശക്തി
കുറയും. അപ്പം നമ്മളെ തളർത്തുന്ന ചിന്തകൾ, തളർത്തുന്ന കാര്യങ്ങൾക്കെല്ലാം ശക്തി കുറയുമ്പോൾ അതിനൊന്നും നിങ്ങളെ മാനസികമായി തളർത്താൻ സാധിക്കില്ല. ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ കയ്യിൽ 10 lakhs പണമുണ്ട്, അയാൾക്കൊരു അസുഖം വന്നു, ഒരു ഓപ്പറേഷന് പോകണം, അറൗണ്ട് 1 lakh rupees എക്സ്പെൻഡിച്ചർ വരും, ഓപ്പറേഷൻ ചിലവ്. അയാൾക്ക് ആ ഓപ്പറേഷൻ ഒരു തലവേദനയാണോ? പറയൂ, അല്ല. കാരണം അയാളുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ട്. നേരെ മറിച്ച് 1 രൂപ പോലും എടുക്കാനില്ലാത്തവന് ഇതേ ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മാനസികമായി തളരും. അപ്പോൾ ഓപ്പറേഷൻ അല്ല പ്രശ്നമുണ്ടാക്കിയത്, അതിനെ തരണം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടോ ഇല്ലയോ എന്നതാണ്. പ്രാപ്തിയുള്ളവർക്ക് അതൊരു തലവേദനയാണ്, പ്രാപ്തിയില്ലാത്തവർക്ക് അതൊരു തലവേദനയാണ്. ആണോ അല്ലയോ? ഏത് കാര്യത്തിലും നിങ്ങൾ നോക്കൂ, ഏത് പ്രശ്നവും എഫക്റ്റ് ചെയ്യുന്നത് ആ പ്രശ്നത്തെ മറികടക്കാനുള്ള പ്രാപ്തിയും കഴിവും ഇല്ലാത്തവരെയാണ്. അതുള്ളവർക്ക് അത് വെറും ഒരു നിസ്സാര പ്രശ്നം മാത്രം. ഭാഗവത്തിൽ പറഞ്ഞ പോലെ, ത്വയ്യം പുജക്ഷാഖില സത്വദാംനി സമാധിനാവേശിത ചേതസൈകേ ത്വൽപാദപോദേന മഹത്കൃതേന കുറുവന്തി ഗോവത്സപദം ഭവാബ്ധിം. കൃഷ്ണൻ അവതരിക്കുന്നതിന് മുമ്പ്, കൃഷ്ണൻ ദേവകീ ദേവിയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ അവിടെ വെച്ച് ബ്രഹ്മാദി ദേവന്മാരെ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സത്യം പരം സത്യവ്രതം ത്രിസത്യം. അവിടെ പറയുന്നൊരു വാക്കാണത്. അംബുജാക്ഷാഖില സത്വദാംനി സമാധിനാവേശിത ചേതസൈകേ. ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ അവിടെ വരുന്ന സ്തുതിയിൽ എനിക്ക് തോന്നണോ ഒരു 22 ആയിരിക്കും, 22-20. ത്വയ്യം പുജക്ഷാഖില സത്വദാംനി സമാധിനാവേശിത ചേതസൈകേ ത്വൽപാദപോദേന മഹൽകൃതേന കുറുവന്തി ഗോവത്സപദം ഭവാബ്ധിം. ഹേ അംബുജാക്ഷ അഖില സത്വദാംനി, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഈ ഭഗവാനെ, പരമാത്മാവേ, ആരുടെ മനസ്സാണോ ത്വൽപാദപോദേന മഹത്കൃതേന, മഹാന്മാരായിട്ടുള്ള ആളുകളുടെ കൂടെ കൂടി സത്സംഗത്തിലൂടെ ആരുടെ മനസ്സാണോ അങ്ങയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്, കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം. എല്ലാ ദുഃഖങ്ങളും, നല്ലൊരു കമ്പാരിസണാണ് പറയുന്നത്. ഈ പശുക്കുട്ടികൾ നടക്കുമ്പോൾ, നനഞ്ഞ സ്ഥലത്ത് നടക്കുമ്പോൾ സ്വാഭാവികമാണ് അവരുടെ കുളമ്പ്, കാല് മണ്ണിൽ പതിഞ്ഞ് ചെറിയൊരു കുഴിയുണ്ടാവും. ഈ കുഴിയിൽ വെള്ളം നിന്നാൽ അത് കടക്കാൻ നമുക്ക് എന്ത് പ്രയാസമുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് സച്ച് എ തിങ് എന്നാണ് ചോദിക്കുന്നത്. ഇതേപോലെ നിങ്ങളുടെ മനസ്സ് നിരന്തരമായ മന്ത്രത്തിലൂടെ, ധ്യാനത്തിലൂടെ, മനസ്സിലായോ നിങ്ങൾക്ക്, പരമാത്മശക്തി കൈവരിക്കും തോറും വലിയ വലിയ പ്രശ്നങ്ങൾ പോലും നിങ്ങളുടെ മുന്നിൽ ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിയിൽ കൊണ്ടുണ്ടായ കുഴിയിൽ നിൽക്കുന്ന വെള്ളം പോലെ നിങ്ങളുടെ മുന്നിൽ അത് നിസ്സാരമായിത്തീരും. വലിയ പ്രശ്നത്തെ പോലും നമുക്ക് ചെറുതാക്കാനുള്ള കഴിവുണ്ട്. ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ട് ചോക്കെടുത്ത് ബ്ലാക്ക് ബോർഡിൽ ഒരു വര വരച്ചു. ഒരു 1 എന്ന് വരച്ചിട്ട് പറഞ്ഞു, ആർക്കിതിനെ ചെറുതാക്കാൻ സാധിക്കുന്നു? അധ്യാപകൻ പ്രത്യേകം പറഞ്ഞു, ആ വര തുടരരുത്, അതിനോട് കൂട്ടിച്ചേർക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു. പല കുട്ടികളും നോക്കിയിട്ട് ആ വരയെ ചെറുതാക്കാൻ ഒരു വഴിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാലക്കാട് സപ്താഹം കേട്ടൊരു കുട്ടി, വളരെ ബുദ്ധിമാനായൊരു കുട്ടി, അവൻ നേരെ ചെന്നു, അവിടുന്ന് ഒരു ചോക്കെടുത്ത് ആ മാഷ് വരച്ച ലൈനിൻ്റെ അടുത്ത് വലിയൊരു വരയും കൂടെ വരച്ചു. അപ്പോൾ വലിയൊരു വര അപ്പുറത്ത് വരച്ചപ്പോൾ മാഷ് വരച്ച വര ചെറുതായി. ഇതുപോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വലിയൊരു വര വരച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെറിയ വരകളായിത്തീരും. നിങ്ങൾ ആ വലിയ വര വരയ്ക്കാത്തോടത്തോളം കാലം ചെറിയ വരകളെന്നും തലവരയായി, എന്താ പറയുക, തലയിൽ വരിച്ചെന്താ പറഞ്ഞ, തലയിൽ ഒരു ഭാഷയിൽ ഇങ്ങനെ തലയിലെഴുത്ത്, അത് തലയിലെഴുതിയ വര പോലെ ഇരിക്കുന്നത്. ഇപ്പം നമുക്കൊക്കെ തലയിലെ വര മാറ്റണമെന്നുണ്ടെങ്കിൽ മനസ്സിലൊരു വര വരയ്ക്കൂ നിങ്ങൾ. അപ്പം മനസ്സിൽ വരയ്ക്കേണ്ട വരയാണ്
ആത്മശക്തി. കുഞ്ഞുണ്ണിമാഷ രസകരമായി പറയും, ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, വളവും വേണ്ട തിരിവും വേണ്ട കുറിവും വേണ്ട ചരിവും വേണ്ട, കുത്തനെയൊരു വര വലിയ വര, കുത്തനെയൊരു വര വലിയ വര, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായി നന്നായാൽ നന്നായി ഒന്നായാൽ. എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. ഒരു വര നിങ്ങളുടെ മനസ്സിൽ വരയ്ക്കും. കുറുവന്തി കോവൽ സപദം ഭവാപ്തിം. നമുക്ക് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങളാരും നിസ്സാരക്കാരാന്ന് വിചാരിക്കരുത്. അപ്പോൾ സ്വാമി ഞാനിപ്പോൾ കേ എന്ന് പറയുന്നുണ്ടല്ലോ, കാരണം നിങ്ങൾ കുട്ടിക്കാലത്തെ ഹാർമോണിയായിട്ട് നടന്ന് ശീലിച്ചു. എന്തു ചെയ്യാൻ പറ്റും? തലയിലെ വര മാത്രമേ കാണുള്ളൂ, മനസ്സിൽ വരയ്ക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും വിഷമം പറയുന്നു എങ്കിൽ നിങ്ങളെ ചവറ്റുകൊട്ടയിൽ കൊണ്ടിടാൻ പറ്റും. അത്രയും നിങ്ങളെ പറ്റുള്ളൂ. കാരണം സ്വന്തം മനസ്സിനെ ഉയർത്താനുള്ള ശക്തിയും കഴിവും പ്രാപ്തിയും ഉണ്ടായിട്ടും നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തിനു പറ്റും? പിന്നെ വല്ല ചവറ്റുകൊട്ടയിലും കൊണ്ടിടാൻ പറ്റും. ആണോ അല്ലയോ? ആ രീതിയിൽ നമ്മുടെ ജീവിതം നിങ്ങൾ തകർക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? നാട്ടുകാരുടെ കയ്യിലോ? നാട്ടുകാരുടെ കയ്യിലും വീട്ടുകാരുടെ കയ്യിലും അല്ല. അവനവൻ്റെ ജീവിതത്തിൻ്റെ താക്കോൽ അവൻ യൂസ് ഇറ്റ്, ബുദ്ധിപൂർവ്വം ഉപയോഗിക്കും. ദിവസവും കുറച്ച് അതിനു വേണ്ടി മെനക്കെടണം. ഇത് പോത്തുപോലെ 8 മണിക്ക് കിടന്ന് എണീറ്റ് വൈകുന്നേരം സീരിയലും കണ്ട് അതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് കരുതി ഇങ്ങനെ ജീവിക്കുന്നവർക്ക് എന്ത് മനോബലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവർക്ക് മനോബലമല്ല കിട്ടുക, അവർക്ക് ബാക്കിയുള്ളതൊക്കെ കിട്ടും. മനസ്സിലാക്കൂ, നിങ്ങളുടെ കയ്യിലുള്ള സാധനം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഉപനിഷത്തിൽ പറയും, ഭഗവാൻ തന്നെ പറയും. നോക്കൂ, ഭഗവാൻ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 17-ാമത് ശ്ലോകത്തിൽ പറയും, വളരെ മനോഹരമായിട്ട് പറയും, നൃദേഹമദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നമസ്വദേരിതം പുമാൻ ഭവാബ്ദിം നതരേസാത്മാ. നൃദേഹമദ്യം സുലഭം സുദുർലഭം. ഇന്ന് നിങ്ങളുടെ കയ്യിൽ നൃദേഹമദ്യം കയ്യിലുണ്ട്, മനുഷ്യദേഹമുണ്ട്. സുലഭം സുദുർലഭം. ഇനി അതിലൊക്കെ ഭാഗ്യം നിങ്ങൾക്കുണ്ട്. എന്താണത്? പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. ഇന്ന് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ വഴി പറഞ്ഞു തരാനുള്ള ആളുകളും ഗ്രന്ഥങ്ങളും നമുക്കുണ്ട്. ഉണ്ടോ? മറ്റു മതങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിനെ ഉയർത്താൻ അത്ഭുതകരമായ ഗ്രന്ഥങ്ങളുള്ള ഒരേ ഒരു സംസ്കാരം ഭാരതീയ സംസ്കാരം മാത്രമാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ അത്ര ഉറപ്പിച്ചിട്ട് പറയാം. മറ്റുള്ള ഗ്രന്ഥങ്ങൾക്കൊന്നും ഇത്ര മാനസികമായി ഉയർത്താനുള്ള കഴിവുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ടായിരിക്കാം ജോൺ പോൾ മാർപ്പാപ്പ സെക്കൻഡ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തു അത്രേ. അദ്ദേഹം എല്ലാ ബിഷപ്പുമാരെയും ഫാദർമാരെയൊക്കെ കർദിനാൾമാരെയൊക്കെ അഭിസംബോധന ചെയ്ത് ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹം കൊടുത്ത നിർദ്ദേശമാണ്, നിങ്ങളെല്ലാവരും ഭഗവത്ഗീത വായിച്ചിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ മഹത്വം നോക്കൂ നിങ്ങൾ. അപ്പം ഭഗവത്ഗീതയെ വായിക്കണമെന്ന് ഒരു ക്രിസ്ത്യൻ പോപ്പ് വിളിച്ചു പറയുന്ന സമയത്ത് ഞാൻ കേട്ടില്ല നമ്മുടെ ആൾ എന്താ പറയുക, ഈ അദ്ദേഹം ബൈബിളാണ് ശരിയെന്നൊന്നും പറഞ്ഞത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഭഗവത്ഗീത ഒരു ഹിന്ദു ടെക്സ്റ്റല്ല എന്നത്, ഒരു മതഗ്രന്ഥമല്ല എന്നത്, അത് മനഃശാസ്ത്രമാണ് എന്നുള്ളത് അത് പഠിച്ച് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ രാഷ്ട്രീയപരമായ ചില സമീപനമാണ് ഭഗവത്ഗീതയും ഭാഗവതത്തെയൊക്കെ മതഗ്രന്ഥങ്ങളാക്കി മാറ്റുന്നത്. അതിനെ നമ്മൾ മാറ്റിയിട്ട് മനഃശാസ്ത്രങ്ങളാക്കി മാറ്റണം, ആത്മീയ മനഃശാസ്ത്രങ്ങൾ. അപ്പോഴേ അത് മതത്തിനുപരി കടന്നു പോവുക.
മനസ്സിലാവുണ്ടോ? ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ആചാര്യന്മാർ മാത്രമാണ് ഒരു ഹിന്ദുവാവൂ എന്ന് പറയുന്നില്ല. മറ്റുള്ള പ്രഭാഷണങ്ങളൊക്കെ നോക്കൂ. നിങ്ങളൊരു ക്രിസ്ത്യാനിയാവൂ, അല്ലെങ്കിൽ നിങ്ങളൊരു മുസ്ലിം ആവൂ. നമ്മൾ മുസ്ലിങ്ങളാണ്. ഇവിടെ ഹിന്ദു എന്നല്ല പറയുന്നത്. കാരണം മനസ്സിനെ സംബന്ധിച്ച് അതിന് ജാതിയും മതവും ഇല്ല. ഇവിടെ ശരീരത്തെക്കുറിച്ചല്ല പറയാനുള്ളത്. മനസ്സിലായില്ലേ? ശരീരത്തിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചതുകൊണ്ടോ ശരീരത്തെ കൊണ്ടുപോയി ഒരു ഭാഗം കഷ്ണം മുറിച്ചതുകൊണ്ടോ ഇവിടെ മതമാവാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെയാണ് ആളുകൾ മതത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരാളുടെ മേലിത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അയാൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലായില്ലേ? ഞാനിത് പറയുമ്പോൾ എനിക്കൊരു സർദാർജിയുടെ തമാശ ഓർമ്മ വരിക. ഒരു സർദാർജിയെ പിടിച്ചിട്ട് ക്രിസ്ത്യാനിയാക്കി മതം മാറ്റിക്കളഞ്ഞു എല്ലാവരും. അപ്പോൾ ആ നാട്ടിലൊരു നിയമം എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ചിക്കൻ കഴിക്കാൻ പാടില്ല. ഈ സർദാർജിക്ക് ചിക്കൻ ഇല്ലാതെ പറ്റൂല്ല. സർദാർജി എന്ത് ചെയ്തു? വെള്ളിയാഴ്ചയും ചിക്കൻ എടുത്ത് കഴിച്ചു. അപ്പോൾ അവർ ഫാദർ അദ്ദേഹത്തിൻ്റെ ചീത്ത പറഞ്ഞു. കർദിനാൾ വന്നിട്ട് വെള്ളിയാഴ്ച കഴിക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്ത്യൻ ചിക്കനെ അല്ല കഴിച്ചത്, പിന്നെ ഞാൻ ഹിന്ദു ചിക്കനെ കഴിച്ചു. അതിങ്ങനെ ഹിന്ദു ചിക്കനാവുക? നിങ്ങൾ എൻ്റെ മേലെ വെള്ളം തളിച്ചിട്ടല്ലേ എന്നെ സുബേദാർ സിംഗ് എന്നുള്ളതിനെ നിങ്ങൾ സെബാസ്റ്റ്യൻ സിംഗ് എന്നാക്കിയത്? വെള്ളം തളിച്ചതിന് ശേഷമല്ലേ? ഞാനും കോഴിയുടെ മേളിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു ഹിന്ദു കോഴിയാണ്, ഹിന്ദു കോഴിയാണ്, ഹിന്ദു കോഴിയാണ്, അതുകൊണ്ട് അത് ഹിന്ദു കോഴിയാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യൻ കോഴിയെ കഴിക്കാൻ പാടില്ല എന്നാണ്. ഞാൻ ഹിന്ദു കോഴിയാണ് കഴിച്ചത്. ഈ തരത്തിലുള്ള വിഡിത്തത്തിന് എന്താ പറയുക? വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ എൻ്റെ മേൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പറയാണ്, സ്വാമി നിങ്ങൾ ഇന്ന് മുതൽ എന്താ പറയുക വിൻസെൻ്റ് ചർച്ചിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നെ വിൻസെൻ്റ് ചർച്ചിൽ പേരിടാൻ പറ്റുമായിരിക്കാം. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ഒരു 5 years നിങ്ങളൊക്കെ ഒന്ന് ഭാഗവതം പ്രചരിപ്പിച്ചാൽ, ഈ ക്രിസ്ത്യൻ ഇതിലേക്ക് നോക്കൂ. നിങ്ങൾ ഇപ്പം തന്നെ കൊടിമരമായി ഉണ്ടോ, നമ്മുടെ വാദ്യങ്ങളായി. ബേസിക്കലി ഹിന്ദു സംസ്കാരമാണ് ഉള്ളിലുള്ളത്, പുറമേക്കൊരു പേര് മാത്രം. ഇത് വിടാൻ പറ്റില്ല ആർക്കും. ഈവൻ മുസ്ലിങ്ങളുടെ ആചാരങ്ങളിൽ പോലും ചന്ദനക്കുടം, അവരും എഴുന്നള്ളത്തും ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഈ സംസ്കാരത്തെ വിട്ട് ഒരാൾക്കും പാശ്ചാത്യ സംസ്കാരം ഇവിടേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് കുരിശെടുത്ത് പോകുന്നുള്ളത് കുരിശ് മാറിയിരിക്കും. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഞാൻ പുത്രനാണെന്നാണ്, എനിക്കപ്പുറത്തൊരു ഫാദർ ഉണ്ട് എന്നാണ്. ഭഗവാൻ പറയുന്നത് ഞാൻ ഫാദറാണെന്നാണ്. ഭഗവത്ഗീതയിൽ 11-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, പിതാമഹസ്യ ജഗത ദാതാ മാതാ, അങ്ങനെയൊരു ശ്ലോകമുണ്ട്. പിതാമഹസ്യ ജഗത 11-ാം അധ്യായത്തിൽ നോക്കൂ നിങ്ങൾ, ഞാൻ പിതാമഹസ്യ, ഞാൻ പിതാവാണ് എല്ലാവരുടെയും എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ട്. എത്രാമത്തെ ശ്ലോകമാണത് ഭഗവത്ഗീതയിൽ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 43 ചൊല്ലു അത്. പിതാസ്യ ലോകസ്യ ചരാചരസ്യ ഗുരുർഗരീയൻ അഭിനോജ്ഞ അന്യത്. പിതാമഹസ്യ. അപ്പോൾ ഭഗവാൻ പറയുന്നു ഞാൻ പുത്രനാണെന്ന് കൃഷ്ണൻ പറഞ്ഞില്ല. കൃഷ്ണൻ പറഞ്ഞത് ഞാൻ പിതാവാകുന്നു. അപ്പോൾ ജീസസ് പറഞ്ഞിട്ടോ, ജീസസ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പിതാവേ പൊറുക്കേണമേ, പിതാവേ പൊറുക്കേണമേ. അപ്പോൾ ഞാൻ നോക്കുമ്പോണ്ടല്ലോ, എന്തായാലും പോപ്പ് പറഞ്ഞിട്ടുണ്ട് ബൈബിൾ എടുത്ത് ഭഗവത്ഗീത എടുത്ത് പഠിക്കാൻ. ഭഗവത്ഗീത അപ്പോൾ ഒരു റിയൽ ടെക്സ്റ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക, ആണോ അല്ലയോ? അപ്പോൾ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് ഞാൻ പിതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ജീസസ് ഉദ്ദേശിച്ച പിതാവ്, എൻ്റെ മുന്നിലൊരു പിതാവുണ്ട്, ശരിയാണ്, ജീസസിൻ്റെ മുമ്പിലാണ് കൃഷ്ണൻ വന്ന് അവതരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ജീസസ് ഉദ്ദേശിച്ച പിതാവ് ആരായിരിക്കണം? പറയൂ. കൃഷ്ണനാണെങ്കിൽ പിന്നെ കുരിശ് വെക്കേണ്ട കാര്യമില്ല, ആരെ വെച്ചാൽ മതി. ഒരു 5 കൊല്ലം കൊണ്ട് ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ കൃഷ്ണൻ്റെ വിഗ്രഹം വരുന്നു തോന്നുന്നു എനിക്ക്. ഇത് നിങ്ങൾ ഞാനും പ്രചരിപ്പിക്കണമെന്ന്. നിങ്ങൾ ഈ കുരിശല്ല വെക്കേണ്ടത്. കാരണം നിങ്ങൾ കുരിശിനെ വെക്കുന്നതിന് കാരണം പുത്രനെയാണ് നിങ്ങൾ വിളിക്കുന്നത്.
ജീസസ് തന്നെ പറഞ്ഞിട്ട് ഞാനല്ല കാര്യം, പിതാവെ പൊറുക്കണമേന്നാ ക്രൂസിഫിക്കേഷൻ സമയത്ത് പറഞ്ഞത്. അദ്ദേഹം ക്രൂസിഫൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് ഇവരോട് പിതാവെ, കേട്ടിട്ടുണ്ടോ നിങ്ങളിതൊക്കെ? അദ്ദേഹത്തിനെ ഇഞ്ചിഞ്ചായി ആണി തറച്ച് കൊല്ലുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് പിതാവേ ഇവരോട് പൊറുക്കണമേ. അപ്പം പിതാവേ എന്ന് വിളിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുമ്പിലുള്ള ഒരാളായിരിക്കണമല്ലോ. മകൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ എൻ്റെ കല്യാണത്തിന് അച്ഛനെ വിളിക്കില്ല. അച്ഛൻ ചോദിച്ചു, അതെന്താടാ നിൻ്റെ കല്യാണത്തിന് എന്നെ വിളിക്കില്ല പറയാൻ കാരണം? കാരണം അച്ഛൻ്റെ കല്യാണത്തിന് എന്നെയും വിളിച്ചിട്ടില്ല, പിന്നെ ഞാനെന്തിനാ എൻ്റെ കല്യാണത്തിന് അച്ഛനെ വിളിക്കണം? അച്ഛൻ്റെ കല്യാണത്തിന് മോനെ വിളിക്കാൻ പറ്റുമോ? നിങ്ങളെന്താ പറയുന്നതിന് ഉത്തരമില്ലാത്തത്? അച്ഛൻ്റെ കല്യാണത്തിന് മോനെ വിളിക്കാൻ പറ്റുമോ? അപ്പം അച്ഛൻ എപ്പോഴും ആദ്യവും പുത്രൻ എപ്പോഴും, നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുന്നില്ല പറയുന്നത്, പിതാവ് എപ്പോഴും ആദ്യവും പുത്രൻ എപ്പോഴും പിന്നീടാണ്. അപ്പം എൻ്റെ മുമ്പിൽ ഒരു പിതാവുണ്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും കൃഷ്ണൻ പറയുന്നു ഞാനാ പിതാവ് എന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ ജീസസ് പറയുന്ന പിതാവ് ആരാണ്? കൃഷ്ണനാണ്. അപ്പം പിന്നെ കുരിശ് വെക്കേണ്ട കാര്യമില്ലല്ലോ, പിതാവിനെ നേരിട്ട് വെച്ചാൽ പോരെ. അതുകൊണ്ട് അധികം വൈകാതെ ഈ പള്ളികളിലൊക്കെ കുരിശ് മാറി കൃഷ്ണൻ വരുന്നൊരു കാലം വരും. മനസ്സിലാവുണ്ടോ? അത് അധികമൊന്നും വൈകണ്ട. പക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർക്ക്, എന്നാലേ അവർ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരു മതത്തിനെ കുറിച്ച് പറയല്ല, അല്ല അത്ര ഗംഭീരമായ സാധനം കയ്യിലുണ്ടായിട്ട് ഇതൊക്കെ പഠിക്കണ്ടേ നമ്മൾ, നല്ല പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഭഗവാൻ പറയുന്നത് ഗുരുകർണധാരം. എന്നിട്ടോ മയാനുകൂലേന നമസ്വദേരിതം പുമാൻ ഭവദ്യം നദരേ സ ആത്മ. ആരാണോ സ്വന്തം മനസ്സിനെ മയാ അനുകൂലേന നഭസ്വദേരിതം, നിങ്ങളുടെ മനസ്സാകുന്ന തോണിയെ എൻ്റെ അനുകൂലതയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നില്ല എങ്കിൽ പുമാൻ ഭവാബ്ദ്യം നതരേത്, നിങ്ങൾക്ക് ഭവസാഗരത്തെ തരണം ചെയ്യാൻ സാധ്യമല്ല പറയാണ്. അതായത് ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ മനസ്സിന് ശക്തി കിട്ടണമെങ്കിൽ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ധ്യാനവും അതുപോലെ തന്നെ ഈ നാമസങ്കീർത്തനം, ഈ ഭാഗവതമൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം, മന്ത്രങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം. അപ്പം മനസ്സ് കൂടുതൽ കൂടുതൽ ആരോടടുക്കും? അപ്പം മനസ്സിൻ്റെ ശക്തി കൂടും. മനസ്സിൻ്റെ ശക്തി കൂടുന്തോറും മറുഭാഗത്ത് ശക്തി കുറഞ്ഞു വരും. ഇതൊരു സയൻസാണ് ഈ പറയുന്നത്. അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്നർത്ഥം. നമ്മൾ തന്നെ വേണം ഈ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത്. അപ്പം ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും തോറും ദിവസവും നിങ്ങളുടെ ശക്തി കൂടും. രണ്ടാമത്തതാണ്, നമുക്ക് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിലൊരു സംതൃപ്തി. അപ്പം നമ്മുടെ ശ്രദ്ധ നോക്കൂ, എല്ലാവരും പറയാ പ്രവൃത്തി നന്നാവണം, പ്രവൃത്തി ശ്രദ്ധിക്കണം അല്ലേ, അവനവൻ്റെ കർമ്മം നന്നായാൽ മതി. ഭഗവാൻ പറയണോ കർമ്മം നോക്കണ്ട, നിങ്ങളുടെ മനസ്സ് നന്നാക്കിയെടുക്കും. മനസ്സ് നന്നാക്കുക പറഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് ചെയ്യും. മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുക പറഞ്ഞാൽ വളരെ സ്വസ്ഥമായ മനസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യും. അസ്വസ്ഥമായി ചെയ്യാൻ ആരെ അനുവദിക്കരുത്? മനസ്സിനെ അനുവദിക്കരുത്. അപ്പം സ്വസ്ഥമായി മനസ്സൊരു കാര്യം ചെയ്യും തോറും ചെയ്യുന്നതിലുള്ള തൃപ്തി വളരെ കൂടുതലായിരിക്കും. പലരും ഈ മനസ്സിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ചെയ്യുന്നതിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ആ ചെയ്യുന്നതിൽ പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മൾ മെൻ്റലി എക്സോസ്റ്റഡ് ആവുന്നത്, വളരെയധികം അങ്ങോട്ട് മാനസികമായി തളർന്നു പോകുന്നത്. നേരെ മറിച്ച് നിങ്ങൾ സ്വസ്ഥ മനസ്സോടുകൂടി ചെയ്താൽ നിങ്ങൾക്ക് ഊർജം, ശക്തി വളരെ കൂടുകയാണ് ചെയ്യുക. ശ്രദ്ധിക്കണേ നിങ്ങൾ, അസ്വസ്ഥ മനസ്സ് ശക്തി ചോർത്തിക്കളയും, സ്വസ്ഥ മനസ്സ് ശക്തി കൂട്ടും. അതെന്താണ് അതിന് തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഉറക്കത്തിലേക്ക് കടക്കുമ്പോൾ വേണ്ടാത്ത സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിൽ മനസ്സ് അസ്വസ്ഥമാണ്. ആ അസ്വസ്ഥതയിൽ നിങ്ങൾ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴേക്കും നിങ്ങളാകെ ക്ഷീണിച്ചിരിക്കും. നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഒരു മൂഡ് തോന്നില്ല, ഉണ്ടോ ഇല്ലയോ? എന്തോ ഒരു ക്ഷീണം ശരീരത്തിനും മനസ്സിനും ബാധിച്ച പോലെ. നേരെ മറിച്ച് നിങ്ങൾ വളരെ സ്വസ്ഥമായി കിടന്നുറങ്ങിയാൽ, നല്ല സ്വസ്ഥമായി നിങ്ങൾ മനസ്സ് ലയിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ
നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ഉണർവും ഉത്സാഹവും ഉന്മേഷവും ഉണ്ടോ ഇല്ലയോ? അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ ചെയ്യുന്ന സമയത്തുള്ള മാനസികാവസ്ഥയ്ക്കാണോ? ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ആ മാനസികാവസ്ഥയ്ക്കാണ്. അതാരും പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പം നിങ്ങൾ കുട്ടികളോട് അതാ പറയേണ്ടത്. പഠിക്കൂ എന്നല്ല പറയേണ്ടത്, സ്വസ്ഥമായിരുന്ന് പഠിക്കും, സ്വസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കും. ആ മനസ്സ് സ്വസ്ഥമാവണമെങ്കിൽ, അത് ഒരു കാര്യത്തിൽ സ്വസ്ഥമാവണമെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിൽ അതിനൊരു താല്പര്യവും ലയവും വരണം. ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അപ്പോൾ മനസ്സ് സ്വസ്ഥമായി. ഏത് കാര്യത്തിൽ താല്പര്യമില്ലേ മനസ്സ് പറയൂ അസ്വസ്ഥമായി. നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരും, വിശേഷപ്പെട്ട അതിഥികൾ വരും. ആ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വളരെ സന്തോഷത്തിലിരിക്കണമെന്ന് വിചാരിക്കുക. കുറേ കാലമായിട്ട് അവർ വരികയാണ്. അങ്ങനെ സന്തോഷത്തിൽ ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു ഉണ്ടോ? നേരെ മറിച്ച് അസ്വസ്ഥമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ സംഭവിച്ചിരിക്കും. ഇതാണ് നമ്മളുണ്ടല്ലോ ഇന്നത്തെ കുട്ടികളിലൊക്കെ നിങ്ങൾ സ്വസ്ഥ മനസ്സിന് പ്രാധാന്യം കൊടുത്തില്ല. നിങ്ങൾ ആ ചെയ്യുന്ന കാര്യത്തിൽ പ്രാധാന്യം കൊടുത്തപ്പോൾ എന്ത് പറ്റിച്ചാൽ അവർ ചെയ്യുന്നതൊക്കെ അസ്വസ്ഥതയോടുകൂടി ചെയ്യാൻ തുടങ്ങി. അസ്വസ്ഥതയോടുകൂടി ചെയ്യുമ്പോഴാണ് ഓഫീസിലെത്തണം, 9 മണിക്ക് എത്തണം, അതെങ്ങനെ എത്തണം എന്നൊന്നും നോക്കുന്നില്ല, എത്തണം, ആ സമയത്തിന് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ വണ്ടി വളരെ സ്പീഡിൽ ഓടിക്കണോ, ചില നിയമങ്ങളൊക്കെ തെറ്റിക്കണോ, അല്ലെങ്കിൽ ചില സമയത്ത് കൊണ്ടെത്തുന്നത് മരണത്തിൻ്റെ വക്കിലായിരിക്കും. ബോധമില്ലാതെ അസ്വസ്ഥമായ മനസ്സോടുകൂടി പലപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള അപകടങ്ങളുണ്ടാവുന്നത്. പലരും ദുഃഖിക്കുന്നത് അതുകൊണ്ടാണ്. മകൻ മരിച്ചു, മകൾ മരിച്ചു, അല്ലെ അവർ മരിച്ചു. നിങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുക്കൂ, കുറച്ച് സ്വസ്ഥ മനസ്സുണ്ടാവാൻ വേണ്ടി. അപ്പം എങ്ങനെ ഈ സ്വസ്ഥ മനസ്സുണ്ടാവുക? സ്വസ്ഥ മനസ്സുണ്ടാവണമെങ്കിൽ ദിവസവും കുറച്ചു നേരം ധ്യാനം പരിശീലിക്കണം. അങ്ങനെ ക്രമേണ 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 മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഈ ധ്യാന സംസ്കാരങ്ങളൊക്കെ എന്ന് പോയോ അന്ന് അസ്വസ്ഥ സംസ്കാരങ്ങളും ഉണ്ടായി. ഭർത്താവ് വീട്ടിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ അവിടുത്തെ ബെഡ്റൂമിലിരുന്ന് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു അലർച്ച കേട്ട് ഭാര്യ ചെന്ന് നോക്കി. ഭർത്താവുണ്ട്, മറിഞ്ഞ് വീണ് കിടക്കണു, വലതുഭാഗം മുഴുവൻ പൊള്ളി വീർത്തിട്ടുമുണ്ട്. ചോദിച്ചു എന്തു പറ്റിയെന്ന്. പറഞ്ഞു ഒരു കുരുത്തം കെട്ടവൻ ഫോൺ ചെയ്തു. കുരുത്തം കെട്ടവൻ ഫോൺ ചെയ്യേ. ഇപ്പം എന്ത് ചെയ്തു വെച്ചാൽ ഈ ഫോൺ അടുത്ത് വെച്ചിരുന്നു, അയൺ ബോക്സിൻ്റെ അടുത്ത്. ഫോൺ വന്ന സമയത്ത് ഓർമ്മ ഉണ്ടായില്ല എന്താ സംഭവിച്ചതെന്ന്. എവിടെയൊക്കെയോ ആയിരുന്നു മനസ്സ്. ഫോണാണെന്ന് വിചാരിച്ചെടുത്ത് വെച്ചത് ഇസ്തിരിപ്പെട്ടി, നല്ല ചൂടുള്ള ഇസ്തിരിപ്പെട്ടി. ഇതാ കിടക്കണോ, പപ്പടം പോലെ ഒരു വീർത്ത് കിടക്കണോ. ഈ രീതിയിൽ അസ്വസ്ഥമായ മനസ്സുകൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അപകടം വിളിച്ചു വരുത്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് മനസ്സിൻ്റെ സ്വസ്ഥതയാണ് സംതൃപ്തിയുടെ രഹസ്യം. സ്വസ്ഥതയുണ്ടോ നിങ്ങൾ സംതൃപ്തരാണ്. അസ്വസ്ഥതയാണോ ഈ ജീവിതം നിങ്ങൾക്ക് സംതൃപ്തിയുള്ളതല്ല. മൂന്നാമത്തതാണ് നമ്മൾ എന്ത് വേണം? മരിക്കുന്നത് വരെ സ്നേഹവും ആദരവും വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സ്നേഹവും ആദരവും കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതൊരു മാനസികാവസ്ഥയിലേക്കാണോ ഉയരുന്നത് ആ മാനസികാവസ്ഥയിലേക്ക് മറ്റുള്ളവരെയും ഉയർത്താനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടാവുക. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാവുക? അതിനാണ് നിങ്ങൾ ഗീതയും ഭാഗവതമൊക്കെ ഇത്തിരി പഠിച്ച് അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. നിങ്ങളെക്കൊണ്ട് അവസാനം അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കാനും ആദരിക്കാനും ആളുകളുണ്ടാവും. ആരും ഇവിടെ വേണ്ടാത്തവരല്ല. വേണ്ടാത്തവരായി തീരുന്നുവെങ്കിൽ ഇനി അവരെ കൊണ്ട് യാതൊരു ഉപകാരവും പ്രയോജനവും ആർക്കുമില്ല. അപ്പം ആരാണ് അവരെ അങ്ങനെയാക്കി തീർത്തത്? അവരവർ തന്നെ. നമ്മൾ ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വിചാരിക്കും നമ്മൾ ശരീരം കൊണ്ട് നമ്മളെക്കൊണ്ട് ഉപകാരമുണ്ട്. ശരിയാണ്. ഭർത്താവ്, ഭാര്യ, മക്കൾ, ഇതൊക്കെയായിട്ട് നമ്മൾ ശരീരം കൊണ്ട് സേവനങ്ങൾ ചെയ്യണു, പലതും ചെയ്തു കൊടുക്കണു, പല പ്രവൃത്തികളും ചെയ്യണു, പല കാര്യങ്ങളും ചെയ്യണു, പലതും നേടുന്നൊക്കെ കൊടുക്കണം.
പക്ഷെ കുറേ കഴിഞ്ഞാൽ ഇനി ശരീരം കൊണ്ട് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനുണ്ടാവില്ല. കാരണം ശരീരത്തിൻ്റെ സ്വഭാവമാണ് അതിന് ജീർണത വരും. ശരീരം ജീർണിക്കും തോറും മനസ്സും ജീർണിച്ചു പോയാൽ, മനസ്സും തളർന്നു പോയാൽ, അതോടുകൂടി നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തരം യാചകന്മാരെ പോലെ സ്നേഹത്തിനും ആദരവിനും വേണ്ടി യാചിക്കാൻ തുടങ്ങും. നിങ്ങൾ വിഷമങ്ങൾ പറയാൻ തുടങ്ങും. ഇപ്പോൾ എന്നെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത്ര ചെയ്തു. ഇതൊക്കെ കണക്ക് പറയും നിങ്ങൾ. എപ്പോഴും മനുഷ്യൻ കണക്ക് പറയുന്നത് ആവശ്യമില്ലാതെ വരുന്ന സമയത്താണ്. ഭാഗവതത്തിൽ കാണാൻ നിങ്ങൾക്ക് ഉദ്ധവർ കണക്ക് പറയുന്നത് കൃഷ്ണനോട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പോലും പറയാതെ ദ്വാരകയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. എല്ലാവരോടും പറഞ്ഞു, ഇനി ഞാൻ ഇവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പാലക്കാട്ടേക്ക് പോവുകയാണ്, സപ്താഹം കേൾക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭഗവാൻ സ്വശരീരം ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചു. ദ്വാരകയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഉദ്ധവർക്ക് ഒരു മനസ്സിന് വലിയൊരു അടി കിട്ടിയതുപോലെ. കാരണം എല്ലാ കാര്യത്തിലും തന്നോട് ചോദിച്ചിട്ടേ കൃഷ്ണൻ ചെയ്യുള്ളൂ, തന്നോട് ചോദിച്ചിട്ടേ കൃഷ്ണൻ പോവുള്ളൂ. പോകുന്ന സമയത്ത് ചോദിക്കും, ഉദ്ധവ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കൃഷ്ണൻ ഇപ്പോൾ തന്നെ കൈവിട്ടു. ഈ ഒരു വിഷമത്തെ താങ്ങാനുള്ള കഴിവ് ആർക്കുണ്ടായില്ല? ഉദ്ധവർക്ക്. പിന്നാലെ ചെന്ന്, കൃഷ്ണൻ്റെ പിന്നാലെ ചെന്ന് ഒരു യാചകനെ പോലെ പറയുന്നൊരു കണക്കൊരു വാക്കുകളുണ്ട്. പല വീട്ടിലും അമ്മമാരും ഒക്കെ പറയുന്നതാണ്. ഇത്രയും കാലം നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റി ഇപ്പോൾ നിങ്ങൾ ഒന്നിനും എന്താ പറയുക മൈൻഡ് ചെയ്യാതെ നന്ദി കെട്ട വർഗം, എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ തരുന്നതിന് പകരം മറ്റവനാ കൊടുത്തതെങ്കിൽ അവൻ എന്തു ചെയ്യും, വാലെങ്കിലും മാട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്നവരെ കാണാം നിങ്ങൾക്ക്. ഒരു നന്ദിയില്ലാത്ത വർഗം എന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഉദ്ധവർ പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ത്വയ്യാസനാടനസ്ഥാന സ്നാനക്രീഡാശനാദിഷോ കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്താതജേമി ഉച്ഛിഷ്ടഭോജിന. ഞാൻ അങ്ങയുടെ ഉച്ഛിഷ്ടം കഴിച്ചു, വാസം അങ്ങയുടെ കൂടെ താമസിച്ചു, അങ്ങയുടെ വസ്ത്രം ധരിച്ചു. എന്നിട്ട് കൃഷ്ണ ഈ നന്ദികേട് എന്നോട് കാണിക്കാൻ പാടുമോ? ഒന്നെന്നെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നില്ലേ? നാഹം തവംഗ്രികമലം ക്ഷണാർദ്ധമഭികേശവ തെക്തും സമുത്സഹേ നാദ സ്വധാമനയമാമപി. അങ്ങയുടെ ജീവിതത്തിൽ ഇത്രയും നന്ദികേട് അങ്ങ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലേ കൃഷ്ണ? ഇത്രയും കാലം അങ്ങ് എന്നെ ഈ രീതിയിലൊക്കെയാണോ കൊണ്ടു നടന്നത്? ഇതുവരെ എന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരപേക്ഷയുണ്ട്, അങ്ങയെ വിട്ടുപിരിഞ്ഞിരിക്കാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ല, കൊണ്ടുപോകുമ്പോൾ എന്നെയും കൊണ്ടുപോകണം. ഇതായിരുന്നു ആരുടെ ആവശ്യം? ഉദ്ധവരുടെ ആവശ്യം. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നിങ്ങളും വേറെ രീതിയിൽ പറയും. അത് പറയാതിരിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു ഉപകാരമുള്ളൊരു ജീവിതം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഭാഗവതമൊക്കെ വായിക്കൂ, ഒരു പരിശ്രമം ചെയ്തു നോക്കൂ. നിങ്ങൾ 10 പേർക്ക് ഭാഗവതം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുക, ഒരു താല്പര്യമുള്ളവരെ അങ്ങനെ ഉണ്ടാക്കി ആ ഗ്രൂപ്പുമായിട്ട് അങ്ങനെ ഇതൊക്കെ പങ്കുവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ കൊണ്ട് മരിക്കുന്നത് വരെ ആവശ്യമുണ്ട്. ആദ്യം ശരീരത്തെയാണ് ആവശ്യം, പിന്നെ ശരീരത്തിന് ആവശ്യമുണ്ടാവില്ല. പിന്നെ നമ്മൾ ഏതിനെ ആവശ്യമുള്ളതാക്കി തീർക്കണം? നമ്മുടെ മനസ്സിനെ ആവശ്യമുള്ളതാക്കി തീർക്കണം. നിങ്ങൾ മനസ്സിനെ കൈവിടുമ്പോഴാണ് ശരീരം കൈവിടുമ്പോൾ മനസ്സും കൈവിടുന്നത്. അത് മാറ്റിയെടുക്കണം നമ്മൾ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു പ്രയോജനകരമായ, ഒരു ആദരണീയമായ, ഒരു ഉന്നതമായ ഒരു ജീവിതം എല്ലാവർക്കും ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ആരും ഇവിടെ മോശക്കാരല്ല, ആരും ഇവിടെ ദുർബലരല്ല, ആരും ഇവിടെ ദുഃഖിച്ച് പരാതിയും പറഞ്ഞ് ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ അതിന് പറ്റുന്ന രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കണം. ആ മാറ്റിയെടുക്കുന്നതിൽ നിങ്ങൾ എത്ര വിജയം നേടുന്നു എന്നതാണ് നിങ്ങളുടെ പരിശ്രമം. എങ്കിലും ഭഗവാൻ പറയും, അഭ്യാസേനത് കൗന്ദേയ, നിരന്തരമായ അഭ്യാസം കൊണ്ട് ഏതൊരാൾക്കും ഇത് സാധിക്കും. നോക്കൂ, നിങ്ങൾ
ഒന്നിനും കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞ രത്നാകരൻ, ആ രത്നാകരൻ വാത്മീകിയായി ശ്രീരാമസ്വാമി പോലും ചെന്ന് ചോദിക്കേണ്ടി വന്നു, മഹർഷിയെ പറയൂ അല്ലേ, ഞാൻ എവിടെയാണ് പോയി താമസിക്കേണ്ടതുണ്ടോ? അതേപോലെ അതേ മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കേണ്ടി വന്നു ഗർഭിണിയായ സീതയെ. അപ്പം അദ്ദേഹം അത്ര ഒരു പ്രയോജനകരമായിട്ടുള്ള ഒരാളായതുകൊണ്ടായിരുന്നു. ഒരുപക്ഷെ ശ്രീരാമസ്വാമി സീതയെ പറഞ്ഞയക്കാൻ കാരണം ഒരു മഹത്തായ രാമൻ്റെ ജീവിതം, തളരാത്തൊരു രാമൻ്റെ ജീവിതം, അതൊരു സന്ദേശമായി സമൂഹത്തിലുണ്ടാവണമെങ്കിൽ അത് കുട്ടികളെ പഠിപ്പിക്കണം. ഒരുപക്ഷെ കൊട്ടാരത്തിൽ വെച്ച് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അത് പഠിച്ചൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അതിന് പറ്റുന്നൊരു സ്ഥലത്തായിരിക്കണം കുട്ടികൾ വളർന്നു വരേണ്ടത്. അപ്പം അതുകൊണ്ട് സീതയെ പ്രസവിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഒരു ആശ്രമമാണ്. ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ ആദ്യമായി അവർ പഠിച്ചത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നല്ല, ആണോ? അവരെന്താ പഠിച്ചത്? രാമായണമാണ് പഠിച്ചത്. രാമൻ്റെ മഹത്വം അവർ പാടി പഠിക്കുകയായിരുന്നു. ആണോ അല്ലയോ? ആണോ അല്ലയോ? ഈ രീതിയിൽ നമ്മൾ വീട്ടിൽ പ്രസവിച്ച് കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണ്? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അവൈ വണ്ടർ വാട്ട് യു ആർ. ഒരു അർത്ഥമില്ലാത്ത കുറേ പാട്ടുകളും പഠിച്ച് ആ കുട്ടികളെ കൊണ്ട് നിങ്ങൾ വല്ല 4 കീർത്തനങ്ങളും പഠിപ്പിക്കൂടെ? അതൊന്നും പഠിപ്പിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ആവശ്യമുള്ളവരാണ്. അങ്ങനെ ഒരു ധന്യജീവിതം നമുക്കെല്ലാവർക്കും നയിക്കാൻ സാധിക്കണം. അതിനൊരു ഉത്തമ വഴികാട്ടിയാണ് ശ്രീമദ് ഭാഗവതം. അപ്പം ആ ഒരു ഭാഗവതത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം ജീവിതത്തിൽ. അപ്പം ഞാനിവിടെ തൽക്കാലം നിർത്തുന്നു.